ഹായ് ഹലോ. ഞങ്ങൾ രാവിലെ പോണത് എവിടേക്കെന്ന് വെച്ചാൽ രാജുവിനെ കുളിപ്പിക്കാനാട്ടോ. രാജു ആരാന്ന് മനസ്സിലായത് പുറകിൽ നിൽക്കുന്ന പട്ടിക്കുഞ്ഞല്ല കേട്ടോ. രാജു ആർച്ചയുടെ കയ്യിലിരിക്കുന്ന ആളുടെ പേരാണ് രാജു. ഇതിനെ കനാലിൽ കൊണ്ടുപോയി കുളിപ്പിക്കാൻ കൊണ്ടുപോകും കേട്ടോ ഞങ്ങൾ. ഇവനെ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ വീടിൻ്റെ വാതിൽക്ക് രാവിലെ തന്നെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ 2 പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരാളപ്പോൾ തന്നെ വേറൊരാൾ പിറ്റേ ദിവസം കൊണ്ടുപോയി കേട്ടോ. ഇനിയുള്ളത് ഇവനാണ്. അപ്പം നമുക്ക് വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളൂ, പട്ടീനെയൊന്നും വളർത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവനെ നമുക്ക് വളർത്താൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്കിങ്ങനെ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്തൊക്കെ വന്നു കഴിയുമ്പോൾ കൊണ്ടുപോയി എവിടെയെങ്കിലും കളയാനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ ആരെങ്കിലെയൊക്കെ വിളിച്ച് ചോദിച്ച് അവർക്ക് കൊടുക്കാറ് പതിവ്. അപ്പം ഇവനെ ഒരാൾ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു. രാജു എന്ന് ഞങ്ങളിട്ട പേരാട്ടോ. അപ്പം ഞങ്ങൾ ഇതേ കനാലിൽ കൊണ്ടുവന്ന് അവനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ആ ചേട്ടന് കൊടുത്ത് വിടാമെന്ന് ഓർത്ത് വന്നതായിരുന്നേ. ഈ കനാൽ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെള്ളമുണ്ട്. ഇതിന് അടിയൊഴുക്ക് കൂടുതലാട്ടോ. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കടവിൽ വന്നൊക്കെ കയറുന്നത്. നമ്മുടെ പിള്ളേർ കുളിക്കുന്നുണ്ട്, പക്ഷെ അവർ അപ്പുറത്തെ കടവിൽ നിന്ന് നീന്തി ഇവിടെ വന്ന് കയറും. എന്നിട്ട് പാലത്തുമേന്ന് എടുത്ത് ചാടി കുളിക്കും. നല്ല രസമാണ്. വെള്ളമില്ലാത്തവരും പിന്നെ ദൂരെ നിന്നൊക്കെ ആളുകൾ വണ്ടീൻ്റെ ഒക്കെ വന്ന് ഇവിടെ കുളിക്കാൻ വരാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ രാജുവിനെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കി ഒന്ന് കയറ്റട്ടെ. എന്നാ ചേട്ടൻ വരുമ്പോൾ കൊടുത്തു വരണം. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളിവനെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരനാക്കട്ടെ. ആളും എടുക്കണ കേട്ടോ, നന്നായിട്ട് കുരയ്ക്കും.